ഉപ്പും മുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ലച്ചു ഒരു അല്പം പൊസസീവാണ്. അത് കാണിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. സിദ്ധുവിൻ്റെ കയ്യിൽ ചെറിയൊരു കള്ളത്തരമുണ്ട്. സിദ്ധുവിൻ്റെ ചിരിയിലും സംസാരത്തിലും ആ കള്ളത്തരം നമുക്ക് അറിയിക്കാനും പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തേത്. നമ്മുടെ ലച്ചു ആണെങ്കിൽ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ വെച്ചാൽ നിൻ്റെ ഫ്രണ്ടിനെ കണ്ടത്? കഫേയിൽ വെച്ച്. എന്തിനാ നീ കഫേ പോയത്? അത് കേട്ടത് നമ്മുടെ സിദ്ധു നിർത്താതെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കഫേ പോകുന്നത് എന്തിനാണെന്ന് ലച്ചുവിന് അറിയത്തില്ലേ? അത് കേട്ടത് നമ്മുടെ കല്ലുമോളാണെങ്കിൽ സിദ്ധുവിനോട്ട് നല്ലൊരു പാര കൊടുക്കുന്നുണ്ട്. കണ്ടോ അമ്മ അച്ഛൻ കള്ളം പറയുന്നത്? അത് കേട്ട് കണ്ണും തെള്ളി കല്ലുവിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ സിദ്ധു. അതും കൂടി ആയപ്പോഴത്തേക്കും നമ്മുടെ ലച്ചുവിന് സിദ്ധുവിനെ തീരെ വിശ്വാസമില്ല. നീ ഏത് കൂട്ടുകാരനെ കാണാനാ പോയെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ ലച്ചു ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുതേ, വഴക്കിന് പോവരുതേ. അപ്പം നമ്മുടെ കൊച്ചിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനൊക്കെ ലച്ചു ഭയങ്കര ചൂടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും സിദ്ധു ആണെങ്കിൽ നിർത്താതെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ലച്ചു കല്ലുമോളോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ നല്ല ഒന്നാം തരം ഒരു നടനാ. ലച്ചുവിൻ്റെ ഓരോ കൊനഷ്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വയ്യാഞ്ഞിട്ട് സിദ്ധുവും കല്ലുമോളും കൂടി പുറത്ത് പോയിരിക്കുമ്പം നമ്മുടെ അമ്മായി ആണെങ്കിൽ ലച്ചുവിനോട് പറയുന്നുണ്ട്, അവൻ വന്നിട്ട് ഇപ്പോൾ 3 വെള്ളിയാഴ്ച ആയുള്ളൂ, അതിന് മുമ്പിട്ട് നീ അവനെ വാഷ് ഔട്ട് ആക്കുമോ? അവൻ്റെ സത്യങ്ങളെല്ലാം ഞാൻ ചൂഴ്ന്നെടുക്കുമെന്ന് ലച്ചു പറഞ്ഞിട്ടങ്ങ് പോകുന്നു. ലച്ചുവിൻ്റെ ചോദ്യങ്ങളും സംശയവും സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നമ്മുടെ സിദ്ധു ആണെങ്കിൽ സഹി കേട്ട് അവളുടെ മുമ്പിൽ ചെന്ന് പറയുന്നുണ്ട്, നീ ഈ ചങ്ക് കണ്ടോ, പൊളിച്ചു നോക്കിക്കോ, ഇതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടോയെന്ന്. എൻ്റെ ഹൃദയം മുഴുവൻ നീയും കുഞ്ഞും മാത്രമേ ഉള്ളെന്നൊക്കെ സിദ്ധു പറഞ്ഞ് മുട്ടുകുത്തി ഇരിക്കുന്ന സമയത്ത് ലച്ചു സിദ്ധുവിനെ തല്ലാൻ വരുന്നുണ്ടെങ്കിലും ലച്ചുവിന് മനസ്സിലാവുന്നുണ്ട് സിദ്ധുവിൻ്റെ സ്നേഹം എന്താണെന്ന്. ചുമ്മാ ഒരു വാശി. ഇന്നലെയാണെങ്കിൽ കേശുവിനാണ് പണി കിട്ടിയത്. അതായത് എല്ലാവരും സിദ്ധുവിനെ മാത്രം പരിഗണിക്കുന്നു, കേശുവിനെ ആരും പരിഗണിക്കുന്നില്ല. 1 മാസം അല്ലെങ്കിൽ 1.5 മാസം അല്ലെങ്കിൽ സിദ്ധു ഈ നാട്ടിൽ കാണുള്ളൂ. അതിന് മുമ്പിട്ട് അയാൾക്കാണ് കൂടുതൽ പരിഗണന കിട്ടുന്നത് കൊടുക്കുന്നത് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്നേഹിക്കുമ്പോഴത്തേക്കും കേശു ഒറ്റപ്പെട്ടതുപോലെ തോന്നി പിണങ്ങി അവസാനം ഇറങ്ങി പോകുമ്പോൾ ലച്ചുവും സിദ്ധുവും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവരുന്ന നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നലത്തേത്. ഇന്നാണെങ്കിൽ ലച്ചുവിൻ്റെ ഒടുക്കത്തെ സംശയരോഗവും